ഹലോ എവ്രിവൺ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് വെച്ചിട്ട് ഞാൻ 2 ലെയർ മാക്സി ഡ്രസ് ആണ് സ്റ്റിച്ച് ചെയ്യുന്നത്. 44 ഇഞ്ചസ് വിഡ്ത്ത് വരുന്ന റയോൺ ഫാബ്രിക് ആണിത്. ഞാൻ 3.5 മീറ്റർ ആണ് മെറ്റീരിയൽ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അളവുകൾ മാർക്ക് ചെയ്യാം. ഫസ്റ്റ് ബോഡി പാർട്ടാണ് മാർക്ക് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് മെറ്റീരിയൽ ഇതുപോലെ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷോൾഡറും ആംഹോളും 7.5 ഇഞ്ചസ് ആണ് മാർക്ക് ചെയ്യുന്നത്. ചെസ്റ്റ് 10.5 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ട് 1.5 ഇഞ്ച് തയ്യൽത്തും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്. ആംഹോൾ കർവ് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആംഹോൾ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. 16 ഇഞ്ചസ് ആണ് ബോഡി പാർട്ടിന്റെ ലെങ്ത് മാർക്ക് ചെയ്യുന്നത്. അതിൽ 1/2 ഇഞ്ച് ഷോൾഡർ ജോയിനിങ്ങും 1/2 ഇഞ്ച് സ്കേർട്ട് ജോയിൻ ചെയ്യുമ്പോഴും പോകും. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ 15 ഇഞ്ചസ് ആണ് ലെങ്ത് ഉണ്ടാവുള്ളൂ. ലെങ്ത് മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വേസ്റ്റിന്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യാം. 9.5 ഇഞ്ചസിലാണ് വേസ്റ്റിന്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് 1.5 ഇഞ്ച് തയ്യൽത്തും കൂടി മാർക്ക് ചെയ്തു. ഇനി വേസ്റ്റിന്റെ മാർക്കിങ്ങിൽ നിന്നും ചെസ്റ്റിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേസ്റ്റിന്റെ ഇവിടെ 1 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ചെരിച്ചിട്ടാണ് ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. മാർക്കിംഗ് കഴിഞ്ഞു. ഇനി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഷോൾഡർ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി മാറ്റാണ്. ബാക്ക് പീസ് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് പീസ് മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ആംഹോൾ 1/2 ഇഞ്ചിൽ കുഴിച്ചും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കട്ട് ചെയ്ത് മാറ്റാം. ഫ്രണ്ടൊക്കെ ക്യാൻവാസിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് നെക്ക് ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല. ഫ്രണ്ട് പാർട്ട് മാറ്റി വെച്ചിട്ട് ബാക്ക് പീസ് എടുത്തിട്ടുണ്ട്. ഇതിൽ നെക്ക് മാർക്ക് ചെയ്യാണ്. 3 ഇഞ്ച് വിട്ടിലും 4 ഇഞ്ച് ലെങ്ത്തിലുമാണ് നെക്ക് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. അതിനുശേഷം നെക്ക് കട്ട് ചെയ്ത് മാറ്റാം. ബോഡി പാർട്ടിന്റെ മാർക്കിംഗ് കഴിഞ്ഞു. ഇനി സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേസ്റ്റ് ഇതുപോലെ നിവർത്തി വെച്ചിട്ട് ഇതിന്റെ വിട്ട് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ 22 ഇഞ്ചസ് ആണ് വിട്ട് കിട്ടുന്നത്. സ്കേർട്ട് പാർട്ട് 2 ലെയർ ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റത്തെ പാർട്ടാണ്. ഫ്രണ്ടിലും ബാക്കിലും കൂടിയിട്ട് ഞാൻ 2 പീസാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിന്റെ വിട്ട് എങ്ങനെയാണ് എടുക്കുന്നത് നോക്കാം. നിങ്ങളുടെ വേസ്റ്റിന്റെ വിട്ടിന്റെ ഇരട്ടി ആയിരിക്കണം ഈ സ്കേർട്ട് പാർട്ടിന്റെ വിട്ട് ഉണ്ടായിരിക്കേണ്ടത്. നിവർത്തി വെച്ചിട്ട് അളവെടുത്തപ്പോൾ വേസ്റ്റിന്റെ വിട്ട് 22 ആയിരുന്നു. അപ്പോൾ അതിന്റെ ഇരട്ടി 44 ആണ് ഫസ്റ്റ് പാർട്ടിന്റെ വിഡ്ത്ത് ആയിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ കൂടുതലും എടുക്കാം. അപ്പോൾ കുറച്ച് നല്ലോണം പ്ലീറ്റ്സ് ഉണ്ടാവും. ഇപ്പം ഡബിൾ ആയിട്ട് എടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല പ്ലീറ്റ്സ് ഉണ്ട് കേട്ടോ. ഇനി ഇതിന്റെ ലെങ്ത് എങ്ങനെയാണ് എടുക്കുന്നത് നോക്കാം. എനിക്ക് മാക്സി ഡ്രസ്സിന്റെ ഫുൾ ലെങ്ത് തയ്യൽത്തും കൂടി കൂട്ടിയിട്ട് 55 ഇഞ്ചസ് ആണ് വേണ്ടത്. അതിൽ 15 ഇഞ്ചസ് ബോഡി പാർട്ടിൽ പോയാൽ ബാക്കിയുള്ളത് 40 ഇഞ്ചസ് ആണ്. അതിൽ നമുക്ക് 2 ലെയർ ആക്കുമ്പോൾ ഒന്നിക്കലും നമുക്ക് 20 വെച്ചിട്ട് ആക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതിൻ്റെയൊക്കെ ലെങ്ത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഞാൻ ഫസ്റ്റ് ലെയർ 19 ഇഞ്ചസിലും സെക്കൻഡ് ലെയർ 21 ഇഞ്ചസിലുമാണ് ലെങ്ത് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിന്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പൂടി ആഡ് ചെയ്തിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ 19 ആയതുകൊണ്ട് 20 ഇഞ്ചസിലാണ് ലെങ്ത് എടുത്തിട്ടുള്ളത്. ഇത് സെക്കൻഡ് ലെയർ ആണ്. ഇതിന്റെ ലെങ്ത് എനിക്ക് വേണ്ടത് 21 ഇഞ്ചസ് ആണ്. അപ്പോൾ അതിന്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പൂടി കൂട്ടിയിട്ട് ഞാൻ 22 ഇഞ്ചസിലാണ് ലെങ്ത് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നവരാണെങ്കിൽ ലെയറിന്റെ ലെങ്ത് കുറച്ച് കൂട്ടിയിട്ട് എടുത്തോളൂ കേട്ടോ. കാരണം നമുക്ക് ലെങ്ത് കുറഞ്ഞു പോയാലൊന്നും ചെയ്യാൻ പറ്റില്ല. ലെങ്ത് കൂടുതലാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. സെക്കൻഡ് ലെയറിന്റെ വിഡ്ത്ത് എടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേസ്റ്റിന്റെ 3 ഇരട്ടി എടുക്കാം. അപ്പോൾ 22ന്റെ 3 ഇരട്ടി എന്ന് പറയുമ്പോൾ 66 എടുക്കാം. എനിക്കിപ്പോൾ 56 ആണ് ലെങ്ത് കിട്ടിയിട്ടുള്ളത്. ഇതിലും അത്യാവശ്യം നല്ല ഫ്ലെയർ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഫ്ലെയർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം 3 ഇരട്ടി എടുത്താൽ മതി. സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ലീവിന്റെ വിഡ്ത്ത് എത്തുന്നത് 10 ഇഞ്ചസ് ആണ്. ഞാൻ സ്മോക്കിംഗ് കപ്പ് സ്ലീവ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മോഡൽ ചെയ്യുമ്പോൾ ഫുൾ സ്ലീവ് ചെയ്യുമ്പോഴാണ് അതിന്റെ ഭംഗി ഉണ്ടാവുക. അതുകൊണ്ട് ഞാൻ ഫുൾ സ്ലീവ് ആണ് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എത്രയാണോ ഫുൾ സ്ലീവിന്റെ ലെങ്ത് വേണ്ടത് അതിന്റെ കൂടെ തയ്യൽ തുമ്പ് കൂട്ടാം. തയ്യൽ തുമ്പ് 1.5 ഇഞ്ചാണ് കൂട്ടേണ്ടത്. ഇതിന്റെ അറ്റം തേരുവശം വരുന്നതുകൊണ്ട് ഞാൻ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. കാരണം അറ്റം 1/2 ഇഞ്ചിലേ ഞാൻ മടക്കി തയ്ക്കുന്നുള്ളൂ. നിങ്ങൾ അറ്റം തേരുവശം അല്ലെങ്കിൽ 1.5 ഇഞ്ച് തന്നെ തയ്യൽ തുമ്പ് കൊടുക്കണം. എന്നിട്ട് ഒരു ലൂസിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു 1 ഇഞ്ചോ 1.5 ഇഞ്ചോ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. കാരണം ഇലാസ്റ്റിക് ആയതുകൊണ്ട് ചിലപ്പോൾ ഇതിങ്ങനെ കയറി നിൽക്കും. അതുകൊണ്ടാണ് 1 ഇഞ്ച് ലൂസ് കൊടുത്തിട്ടുള്ളത്. ഇനി സ്ലീവിന്റെ ക്യാപ്പ് ഹൈറ്റ് 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് സ്ലീവിന്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം. കപ്പ് സ്ലീവ് ആയതുകൊണ്ട് സ്ലീവ് ഓപ്പണിംഗ് 10 ഇഞ്ചസ് തന്നെയാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം സ്ലീവ് കട്ട് ചെയ്ത് മാറ്റാം. സ്ലീവിന്റെ ഫ്രണ്ട് പാർട്ട് 1/2 ഇഞ്ചിൽ കുഴിച്ച് മാർക്ക് ചെയ്തതിനു ശേഷം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ബാക്ക് നെക്ക് ഞാൻ ക്രോസ് പീസ് വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്യുന്നത്. അതിനുവേണ്ടി ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. ഫ്രണ്ട് നെക്കിന് വേണ്ടിയിട്ട് ക്യാൻവാസ് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നെക്ക് മാർക്ക് ചെയ്യാം. 3 ഇഞ്ച് വിത്തിലും 6 ഇഞ്ച് ലെങ്ത്തിലുള്ള സ്ക്വയർ നെക്കാണ് മാർക്ക് ചെയ്യുന്നത്. നെക്കിന് ചുറ്റും 1 ഇഞ്ച് വിത്ത് മാർക്ക് ചെയ്തിട്ട് നെക്ക് കട്ട് ചെയ്ത് മാറ്റാം.
ഒരു പീസ് ഫാബ്രിക് എടുത്തിട്ട് നെക്ക് അയൺ ചെയ്തെടുത്തതിന് ശേഷം അരികുകൾ ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ നെക്ക് സ്റ്റിച്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ബോഡി പാർട്ടിന്റെയും നെക്കിന്റെയും സെന്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ രണ്ടിന്റെയും സെന്റർ ചേർത്ത് വെച്ചിട്ട് അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്കിന്റെ സ്റ്റിച്ചിങ് ഒന്നും ഇതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഞാൻ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ രണ്ടിന്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യാണ്. സ്കേർട്ട് പാർട്ടിന്റെ ഫസ്റ്റ് ലെയർ ആണിത്. ഇതിന്റെ അറ്റത്ത് ഞാൻ ലോങ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ത്രെഡ് വലിച്ചിട്ട് ഇതിങ്ങനെ പ്ലീറ്റ്സ് ആയി കൊടുക്കാം. വേസ്റ്റിന്റെ അളവിനനുസരിച്ചിട്ടാണ് പ്ലീറ്റ്സ് ആക്കി മാറ്റേണ്ടത്. വേസ്റ്റിന് സെയിം ആയിട്ട് ഞാൻ പ്ലീറ്റ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി രണ്ടിനെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കാം. ഫസ്റ്റ് ലെയർ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് ലെയറും ഇതേപോലെ ഫസ്റ്റ് ലെയറിന് കറക്റ്റ് ആയിട്ട് പ്ലീറ്റ്സ് ആക്കി എടുക്കണം. പ്ലീറ്റ്സ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി രണ്ടിനെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ സെക്കൻഡ് ലെയർ വേണേൽ നിങ്ങൾക്ക് ഇതിന്റെ മുകളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ ഇതിന്റെ അറ്റം ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിന് മുകളിൽ അരയിഞ്ചിങ്ങനെ കയറ്റി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ ഫ്രണ്ടിലും ബാക്കിലും സ്കേർട്ട് പാർട്ടും ബോഡി പാർട്ടും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം. ഫസ്റ്റ് സ്ലീവിന്റെ അറ്റം മടക്കി സ്റ്റിച്ച് ചെയ്യാണ്. ഞാൻ തേരുവശമായത് കൊണ്ട് ഒരു തവണ മാത്രമേ മടക്കി സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ 2 തവണ മടക്കി സ്റ്റിച്ച് ചെയ്യണം. ഇനി ഞാൻ ഇലാസ്റ്റിക് ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിനൊരു ബണ്ടില് 35 റുപ്പീസ് ആണ്. ഒന്ന് വാങ്ങിച്ചാൽ നമുക്ക് കുറെ നാൾ യൂസ് ചെയ്യാനുണ്ടാവും. ഈ ത്രെഡ് എടുത്തിട്ട് ബോബിന് സാധാരണ നമ്മൾ ത്രെഡ് ചുറ്റുന്നത് പോലെ ചുറ്റിയെടുക്കാം. ബോബിൻ കേസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലെ സ്ക്രൂ ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ചെറിയ സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ അത് വെച്ച് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് ഈ ഇലാസ്റ്റിക് നിറച്ചിട്ടുള്ള ബോബിൻ എടുത്തിട്ട് സാധാരണ ത്രെഡ് ഇടുന്ന പോലെ ഇട്ട് കൊടുക്കണം. ഇലാസ്റ്റിക് കുറച്ച് തടിയുള്ളത് കൊണ്ട് നൂല് പോലെ ഇങ്ങനെ കടത്തിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ലൂസായി കൊടുക്കുന്നത്. അത് നിങ്ങൾ നോക്കിയിട്ട് വേണമെങ്കിൽ ഇനിയും ലൂസായി കൊടുക്കണം. ഇലാസ്റ്റിക് ഇതുപോലെ ഇങ്ങനെ വലിച്ചെടുക്കാൻ പറ്റുന്ന വിധത്തിൽ സ്ക്രൂ ലൂസായി കൊടുക്കണം. എന്നിട്ട് ഈ ബോബിൻ ഞാൻ മെഷീനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇലാസ്റ്റിക് സാധാരണ ത്രെഡ് എടുക്കുന്ന പോലെ തന്നെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. മെറ്റീരിയലിന്റെ നല്ല വശത്തൂടെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു അരയിഞ്ച് വിട്ടിട്ട് ചെയ്ത് തുടങ്ങാം. നിങ്ങൾക്ക് സ്ട്രൈറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ അരയിഞ്ച് വിട്ടിൽ സ്ട്രൈറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. നോർമൽ ത്രെഡ് ഇട്ട് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴാണ് ഇവിടെ ഇലാസ്റ്റിക് ഇങ്ങനെ ചുരുങ്ങി നിൽക്കുന്നത്. ഫസ്റ്റ് ലൈൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി അരയിഞ്ച് വിട്ടിട്ട് അടുത്ത ലൈനും സ്റ്റിച്ച് ചെയ്തെടുക്കാണ്. ഇതുപോലെ 6 ലൈൻസ് ആണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഞാൻ 6 ലൈൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്നിക്കിൽ 6 കൂടുതൽ ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. 6 ലൈനിൽ കുറഞ്ഞാൽ കാണാനായിട്ടും ഭംഗി ഉണ്ടാവില്ല കേട്ടോ. ഇനി സ്ലീവ് സാധാരണ പോലെ ജോയിൻ ചെയ്തെടുക്കണം. അതിനുശേഷം നിങ്ങൾ എത്രയാണോ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തത് അതനുസരിച്ചിട്ട് സൈഡ് കൂടി ജോയിൻ ചെയ്തെടുക്കാം. സ്ലീവിന്റെ സൈഡ് ജോയിൻ ചെയ്യുന്ന സമയത്ത് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്താൽ മതി. സ്ലീവ് കുറച്ച് ലൂസായിട്ടാണ് കിടക്കേണ്ടത്. ബോഡിയുടെ സൈഡിൽ എത്തുമ്പോൾ 1.5 ഇഞ്ചായിരുന്നു തയ്യൽ തുമ്പ് കൊടുത്തത്. അത് മാർക്ക് ചെയ്തിട്ടാണ് സൈഡ് ജോയിൻ ചെയ്തെടുക്കുന്നത്. സൈഡ് ജോയിൻ ചെയ്തതിന് ശേഷം താവ് കൂടി മടക്കി സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ ഞാൻ 2 ലെയർ മാക്സി ഡ്രസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതേ മെത്തേഡിൽ എത്ര ലെയർ വേണേലും ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാൻ ഒരുപാട് സ്റ്റിച്ചിങ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് ഒക്കെ കാണാത്തവര് കണ്ടു നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യണേ.